കാക്കനാട് വണ്ടലയ്ക്ക് അടുത്തായിട്ട് പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. പള്ളിക്കര വലിയൊരു ജംഗ്ഷനും കൂടിയാണ്. ആലുവയ്ക്കും തൃപ്പൂണിത്തുറയ്ക്കും മൂവാറ്റുപുഴയ്ക്കും എറണാകുളം ഭാഗത്തേക്കൊക്കെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന വലിയൊരു ജംഗ്ഷൻ. ആ ജംഗ്ഷനിൽ നിന്നും 700 മീറ്റർ മാത്രം ദൂരത്തിലായിട്ടുള്ളൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വില്ലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 5.5 സെൻറ്റ് ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 2600 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ സ്റ്റഡിയാണ്. സ്പേഷ്യസ് ആയിട്ടാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. വലിയ ബെഡ്റൂമും അതുപോലെ തന്നെ കിച്ചൺ, വലിപ്പമുള്ള കിച്ചനുമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വെട്ടുകളിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു കൂളിംഗ് എഫക്റ്റ് നമുക്ക് വീടിന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. കണ്ടംപററി ഡിസൈനും കൊളോണിയൽ ഡിസൈനും കൂടി മിക്സ് ചെയ്തിട്ടാണ് എലവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എലവേഷനോട് ചേരുന്ന രീതിയിലാണ് മതിലിൻ്റെ പാറ്റേണും കൊടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ ഒരു വിക്കറ്റ് ഗേറ്റും ഫ്രണ്ടിൽ വരുന്നുണ്ട്. സ്ലൈഡിംഗ് ഗേറ്റാണ്, പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്യാവുന്ന രീതിയിൽ സ്ലൈഡിംഗ് ഗേറ്റാണ് ഫ്രണ്ടിൽ വരുന്നത്. 2 പില്ലറിലും ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കടപ്പാക്കല്ലാണ് ഫുൾ സൈഡിലും വിരിച്ചിട്ടുള്ളത്. വെല്ല് വരുന്നുണ്ട്. KW വാട്ടർ കണക്ഷനും അവൈലബിൾ ആണ്. ഇനി വലിയൊരു ഫോർച്യൂണർ പോലുള്ള വലിയ വാഹനങ്ങൾ ഈസി ആയിട്ട് ഫുൾ കവേർഡായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ നമുക്കിവിടെ പോർച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ പോർച്ചിനകത്തായിട്ട് പവർ പോയിൻറ്റും വരുന്നുണ്ട്. അപ്പം പൂർണ്ണമായിട്ടും ഒരു വലിയ വാഹനം കവർ ചെയ്യുന്ന രീതിയിലാണ് പോർച്ചും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് കിഴക്കോട്ടാണ്. ഇനി ഈ ഭാഗത്ത് നമുക്ക് വലിയ 2 വാഹനം പാർക്കാനുള്ള സ്പേസും കൂടി കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് സ്റ്റോറേജ് സ്പേസും വാട്ടർ സ്റ്റോറേജ് സ്പേസും ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ വീടിനകത്തേക്കാണ് വരുന്നത്. ആദ്യം സിറ്റൗട്ടിലേക്ക് വരാം. വലിപ്പമുള്ള സിറ്റൗട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലായിട്ടൊരു ചീനാഡോളിൻ്റെ ഒരു പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. പെബിൾ വരുന്നുണ്ട്. അപ്പോൾ നേരെ അകത്തേക്ക് കയറാം. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് കിഴക്കോട്ടാണ്. അതായത് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്ന വീടും കൂടിയാണ്. പൂർണ്ണമായിട്ടും വാസ്തുവിധി അനുസരിച്ചാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡോറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പാറ്റേൺ ഹാൻഡിലൊക്കെ കൊടുത്തിരിക്കുന്നത് ബെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പാറ്റേണിലാണ് ഡോർ കൊടുത്തിട്ടുള്ളത്. സിംഗിൾ ഡോർ തന്നെയാണ്. ഫുള്ള് ടീക്വുഡിൽ തന്നെയാണ് പാനൽ ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസ് ആണ്. കോർണർ സോഫ സെറ്റിയൊക്കെ ഇടാനുള്ളൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കോർണറല്ല, വലിപ്പമുള്ള സോഫ സെറ്റി ആണെങ്കിലും നമുക്ക് ഇവിടെ ഉൾക്കൊള്ളിക്കാനുള്ളൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ടൈലിൻ്റെ കളർ പാറ്റേണും അതുപോലെ തന്നെ ഡിസൈനും ഭംഗിയുള്ളൊരു ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിങ്ങിൻ്റെ വർക്കിൽ ഗ്രൂ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് തന്നെ അതിനകത്ത് പൊടി കയറാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. വുഡിൻ്റെ ഒരു കളർ പാറ്റേണും മേലെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി TV യൂണിറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വലിപ്പമുള്ളൊരു TV 65 ഇഞ്ചിൻ്റെ വലിപ്പമുള്ളൊരു TV നമുക്കിവിടെ ഹാങ് ചെയ്യാനുള്ളൊരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസും കിട്ടുന്നുണ്ട്. ശരിക്കും ഇതൊരു സെപ്പറേഷൻ കൂടിയാണ്. ഡൈനിങ്ങിനെയും ലിവിങ്ങിനെയും സെപ്പറേഷൻ ചെയ്യുന്ന ഭാഗവും കൂടിയാണ്. അതിനകത്ത് ക്യൂരിയോസ് വെക്കാനുള്ള സ്പേസോട് കൂടി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ ഡൈനിങ്ങിലേക്കാണ് വരുന്നത്. അതിവിശാലമായുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ്. നമുക്കിവിടെ വലിപ്പമുള്ളൊരു ഡൈനിങ് ടേബിൾ ഇടാനുള്ളൊരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഒതുങ്ങി മാറിയിട്ടാണ് വാഷ് കൗണ്ടർ വന്നിട്ടുള്ളത്. താഴെ പെബിൾസും ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ മേലെ വരികയാണെന്നുണ്ടെങ്കിൽ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ്. അതുപോലെ പില്ലർക്കൊക്കെ ജാഗ്വാറിൻ്റെ തന്നെ വന്നിട്ടുണ്ട്. വലിപ്പമുള്ള മിറർ വരുന്നുണ്ട്. ഫൈബർ ലാമിനേഷൻ വർക്കൊക്കെ കൊടുത്ത് ഗംഭീരമായിട്ടാണ് ഇതിൻ്റെ വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്. 3 പാളി ജനലും വന്നിട്ടുണ്ട്. സ്റ്റെയറിന് ഒരു ഭാഗം ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻവെർട്ടറും മറ്റും വെക്കാനുള്ള സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റിൽ തന്നെയാണ്. ഇത് കൂടാതെ തന്നെ ടഫൻഡ് ഗ്ലാസും വുഡുമാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ആദ്യം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലുള്ള ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അതായത് തെക്ക് പടിഞ്ഞാറ് വശം വീടിൻ്റെ കന്നിമൂല എന്നൊക്കെ പറയുന്ന ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏകദേശം ഒരു 14 അടി നീളവും 11 അടി വീതിയിലുള്ള ബെഡ്റൂമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ബേ വിൻഡോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. കുഷ്യൻ ആഡ് ചെയ്താൽ മാത്രം മതി. 2 സെക്ഷനായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡ് വന്നിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഭംഗിയുള്ള ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ മാറി ഒതുങ്ങിയിട്ടാണ് ഇവിടെ ഡ്രസ്സിംഗ് ടേബിളും കൂടി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വലിപ്പമുള്ള മിറർ വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇനി നമ്മൾ നേരെ ഇതിൻ്റെ ബാത്റൂമിലേക്കാണ് വരുന്നത്. കയറി വരുമ്പോൾ തന്നെയായിട്ട് ആദ്യം കാണുന്നത് വാഷ് ബേസിനാണ്.
മിറർ ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഷവർ സ്പേസ് വന്നിട്ടുണ്ട്, ഡയവേർട്ടർ റെയിൻ ഷവറും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെയായിട്ടാണ് ഇതിന് ഗ്രേറ്റിങ്സ് വന്നുള്ളത്. അപ്പം വെള്ളം പോകാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയാണ് കിട്ടിയുള്ളത്. ആ ഭാഗത്തായിട്ട് ക്ലോസറ്റും വന്നിട്ടുണ്ട്. അപ്പം വെറ്റ് ഡ്രൈ ആയിട്ട് തിരിച്ചിട്ടുമുണ്ട്. അപ്പം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഇതിൻ്റെ കിച്ചണിലേക്കാണ് വരുന്നത്. ഡൈനിങ് ഏരിയയിലെ ഫാൾ സീലിങ്ങിൻ്റെ വർക്ക് എടുത്തു പറയേണ്ടതാണ്. ലിവിങ് സ്പേസിൽ നിന്ന് കയറി വരുന്ന എൻട്രൻസിൽ ഫൈബർ ലാമിനേഷൻ വർക്കും സിലിണ്ടറിക്കൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. വുഡിൻ്റെ ഒരു ടെക്സ്റ്റ് തന്നെയാണ് അതിനും വന്നുള്ളത്. അപ്പം കിച്ചണിലേക്ക് കയറുന്ന എൻട്രൻസിന് മേലെയായിട്ടും കവറിങ് വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് കൊടുക്കാവുന്ന രീതിയിൽ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ടെക്സ്റ്റ് വർക്ക് വരുന്നുണ്ട്, 2-way LED ലൈറ്റ് വരുന്നുണ്ട്. അതിവിശാലമായുള്ള കിച്ചണിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ്. 4x2 മാറ്റ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു കളർ പാറ്റേൺ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ L ഷേപ്പിൽ നല്ല വലിപ്പമുള്ള ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. ക്വാളിറ്റിയുള്ള സിങ്ക് വരുന്നുണ്ട്. മിക്സർ വന്നിരിക്കുന്നത് സിറയുടെയാണ്. ഇത് നോർത്ത് സൈഡ്, ഇത് ഈസ്റ്റ് സൈഡ്. അപ്പം നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ അടുക്കള വന്നുള്ളത്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇതെല്ലാം ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പം ഈസ്റ്റിലേക്ക് നമുക്ക് ഫുഡും പൂബും അറേഞ്ച് ചെയ്യാവുന്ന രീതിയിൽ ഇത് ടാൻഡം ബോക്സോട് കൂടി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്, അതായത് ഓട്ടോ ക്ലോസ്. അപ്പം ഭംഗിയായിട്ട് കബോർഡുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ള ഫ്രിഡ്ജാണെങ്കിൽ കൂടി നമുക്ക് ഇവിടെ വയ്ക്കാവുന്നതാണ്. അപ്പം ഇവിടെ നമുക്ക് വലിയൊരു ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്യാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ കിട്ടിയിട്ടുണ്ട്. കിച്ചൻ്റെ ഒരു പോർഷനാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത്. ഇവിടെയും സ്ട്രെയിറ്റ് ആയിട്ട് ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. 2 ടാപ്പ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഓവനോ മിക്സിയോ ഒക്കെ വെക്കാനുള്ള സ്പേസും നമുക്ക് ഇവിടെ ഉണ്ട്. ധാരാളം കബോർഡും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഡോറ് വന്നിരിക്കുന്നത് നോർത്ത് സൈഡിലേക്കാണ്. ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. ഇവിടെയും ധാരാളം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ നേരെ ഈ വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ നോർത്ത് വെസ്റ്റ് കോർണറിലുള്ള ബെഡ്റൂമിലാണ് വന്നത്. ഇതിൻ്റെ സൈസ് വരുന്നത് 12.5 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂമാണ്. അപ്പം ഇവിടെയായിട്ടാണ് ഇതിൻ്റെ വാർഡ്രോബ്സ് വന്നത്. 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിലും അതുകൂടാതെ ഡ്രസ്സിംഗ് ടേബിളോട് കൂടി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇതാണ് വെസ്റ്റ് സൈഡ്, ഇത് നോർത്ത് സൈഡാണ്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊണ്ട് ഭംഗിയായിട്ടാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും കൂടിയാണ്. ഇനി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പർ ലിവിങ് സ്പേസിൽ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം നമ്മൾ കാണേണ്ടത് തന്നെയാണ്. നേരെ മേലേക്ക് കയറാം. ക്ലോക്ക് വൈസിൽ കയറാവുന്ന രീതിയിലാണ് സ്റ്റെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കയറുമ്പോൾ തന്നെ വെസ്റ്റ് സൈഡിൽ ഒരു ഭിത്തി പൂർണ്ണമായിട്ടും ടെക്സ്റ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട്. വലിയൊരു പെർമനൻറ്റ് ഗ്ലാസ് വർക്ക് വരുന്നുണ്ട്. നേരെ നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് വരികയാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള അപ്പർ ലിവിങ് സ്പേസാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. താഴെ നമുക്ക് വലിപ്പമുള്ള കിച്ചൺ കിട്ടിയിട്ടുണ്ട്, ബെഡ്റൂം കിട്ടിയിട്ടുണ്ട്, ലിവിങ് കിട്ടിയിട്ടുണ്ട്. അതിനേലും സ്പേഷ്യസ് ആയിട്ടുള്ള അപ്പർ ലിവിങ് സ്പേസാണ് നമുക്ക് മേലെ കിട്ടിയിട്ടുള്ളത്. ഫാമിലി ലിവിങ് സ്പേസ് ആയിട്ടൊക്കെ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ട് വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഒരു ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. ഫാൾ സീലിംഗിൻ്റെ വർക്കാണെങ്കിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ്. പ്രൊഫൈൽ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ഫൈബർ ലാമിനേഷൻ വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഗംഭീരമായിട്ടാണ് അപ്പർ ലിവിങ് സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഇതിനൊരു ഗ്ലാസ് വർക്കും കൂടി വരുന്നുണ്ട് ഫ്രണ്ടിൽ. നമുക്ക് വേണമെങ്കിൽ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിൽക്കാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഫ്രണ്ടിൽ സ്ക്വയർ ട്യൂബിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫൈബർ ലാമിനേഷൻ ഫാൾ സീലിംഗിൽ വരുന്നുണ്ട്. സിലിണ്ടറിക്കൽ ലൈറ്റ് വരുന്നുണ്ട്. ഇത് UPVCയിലാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്യാം. വലിപ്പമുള്ള കർട്ടൻ കൊടുക്കാം. ഇവിടെയായിട്ട് നമുക്കൊരു കമ്പ്യൂട്ടർ ടേബിൾ കിട്ടിയിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ഒരു കബോർഡ് കിട്ടിയിട്ടുണ്ട്. ഫാൾ സീലിംഗിൻ്റെ വർക്കിലാണെന്നുണ്ടെങ്കിൽ ഒരു വുഡിൻ്റെ ഒരു ടെക്സ്ചർ ലൈനാണ് സൈഡ് ബീഡിങ് ആയിട്ട് കൊടുത്തുള്ളത്. സിലിണ്ടറിക്കൽ ലൈറ്റും വരുന്നുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു ഗംഭീരമായിട്ടുള്ളൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമിലേക്ക് നമുക്കൊന്ന് പോകാം. ഇവിടെയും വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ കൊടുത്തിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, അത് കഴിഞ്ഞിട്ട് ഡയവേർട്ടർ, റെയിൻ ഷവർ, അത് കഴിഞ്ഞിട്ടാണ് വാൾ ഹാങ്ങിങ് ക്ലോസറ്റും കൺസീൽഡ് ഫ്ലഷ് ടാങ്കും ഒക്കെ വരുന്നത്. ഹീറ്ററിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. എക്സോസിനുള്ളൊരു പോയിന്റും വരുന്നുണ്ട്. അപ്പം നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മളിതിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂം വന്നിരിക്കുന്നത്. ഇതിൻ്റെ നീളവും 14 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഒരു സൈഡിൽ മാറി ഒതുങ്ങിയാണ് വലിപ്പമുള്ള കബോർഡ് വന്നുള്ളത്. ബേവിൻ്റെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുഷൻ ആഡ് ചെയ്യാവുന്നതാണ്. ഫുൾ പാനൽ ചെയ്തിരിക്കുകയാണ്. ഇത് കൂടാതെ ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് തെക്ക് പടിഞ്ഞാറ് വശമാണ്. അപ്പോൾ നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം.
ഇവിടെ സിംഗിൾ പീസ് ക്ലോസറ്റാണ് കൊടുത്തുള്ളത്. കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിനും മിററും ലൈറ്റും ഒക്കെ വരുന്നുണ്ട്. ഒരു സൈഡിൽ മാറിയിട്ടാണ് ഡയവേറ്ററും റെയിൻ ഷവറും ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. അപ്പോൾ നല്ല ടൈൽ പാറ്റേൺ ആണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് പോകുന്നത്. ശരിക്കും യൂട്ടിലിറ്റി എന്ന് പറയാൻ പറ്റില്ല, ഇതിനെ ബെഡ്റൂം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. കാരണം ഇതൊരു ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്, വാട്ടർ പോയിൻ്റ് വേസ്റ്റ് ലൈനായി കൊടുത്തിട്ടുണ്ട്. അവിടെ പവർ പോയിൻ്റ് ധാരാളം വന്നിട്ടുണ്ട്. ശരിക്കും ഒരു ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. താഴെ നമ്മൾ ഇതിൻ്റെ സൗകര്യങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു സ്റ്റഡി റൂമായിട്ടോ അല്ലെങ്കിൽ ഓഫീസ് റൂമായിട്ടോ ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തായിട്ടാണെങ്കിലും വിൻഡോസുകൾ വരുന്നുണ്ട്. ഇത് ഓപ്പൺ ടെറസിലേക്ക് കയറുന്നൊരു എൻട്രൻസും കൂടിയാണ്. ഇങ്ങനെ നമുക്ക് ഓപ്പൺ ടെറസിലേക്ക് കയറാവുന്നതാണ്. സ്റ്റെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റിൽ തന്നെയാണ്. അതുകൂടാതെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ ആണ്. അത് ഡ്രസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുള്ളാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ വിശാലമായുള്ളൊരു കവേർഡ് ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു ഊഞ്ഞാലും മറ്റുമൊക്കെ കൊടുക്കാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. ഫാൾ സീലിംഗിൽ ഫൈബർ ലാമിനേഷൻ വർക്കും സിലിണ്ടറിക്കൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ട് കവേർഡ് ബാൽക്കണി, അതിൻ്റെ ഫ്രണ്ടിലായിട്ട് സ്റ്റീലിൻ്റെ ഹാൻഡിൽ ടഫൻഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഓപ്പൺ ബാൽക്കണിയും കൂടി ഉണ്ട് നമുക്ക്. ഇതാണ് ഓപ്പൺ ബാൽക്കണി വരുന്നത്. സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പാരപ്പറ്റിന് നീട്ടമുള്ളത് കൊണ്ട് തന്നെ വലിപ്പമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ സൈഡിലും നമുക്ക് ചെടികൾ വെക്കാവുന്നതാണ്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായി വരുന്ന ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. 4-way LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഒരു റൗണ്ട് ഡിസൈനും ഈ സൈഡിൽ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ വിശാലമായുള്ളൊരു ഓപ്പൺ ഗാർഡനൊക്കെ നമുക്ക് ഫ്രണ്ടിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ മനോഹരമായുള്ള വീടിൻ്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 5.5 സെൻറ്റ് ലാൻഡ് ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. സൗകര്യങ്ങൾക്ക് മുൻതൂക്കം നൽകി തന്നെയാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 3ഓളം വലിയ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെ വരുന്നുണ്ട്. വലിപ്പമുള്ള കിച്ചനാണ്, വലിപ്പമുള്ള ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4+ സ്റ്റഡിയാണ് വീട് വരുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 99 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്ട് ചെയ്യുക. ഇതിൻ്റെ ലോൺ അസിസ്റ്റ് ചെയ്യുന്നതിനും ഡോക്യുമെൻറ്റേഷനും എന്താവശ്യത്തിനും നിങ്ങൾക്ക് ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.